ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനി കളരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കടപ്പുറത്താണ് ചൂണ്ടിടാൻ വന്നേക്കുന്നത്. നമ്മളൊരു സ്പെഷ്യൽ ഐറ്റത്തിനെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഇതുവരെ അതിൻ്റെ ആക്ടിവിറ്റി ഒന്നും കണ്ടിട്ടില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നേരം നമുക്ക് ബെയ്റ്റ് ഇട്ട് നോക്കാം. ഇവിടെ ടീം മുഴുവനുണ്ട് കേട്ടോ. നമ്മുടെ ജനീഷ്, ബിജു, ജിബിൻ, സനൂപ്, അങ്ങനെ എല്ലാ ടീമും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ജനീഷ് ചൂടൻ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നോക്കാം. നമ്മുടെ പ്രതീക്ഷിച്ച് വന്ന മീൻ വരട്ടെ. നമുക്ക് അപ്പോഴേക്കും നമുക്ക് രണ്ടൊന്ന് കറുപ്പിനൊക്കെ പിടിച്ചെടുക്കാം. രാവിലെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, അതുകൊണ്ട് വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അടിപൊളി. ഇവനാണ് കാണാണ്ട് പോയ മീനെ കിട്ടി. ജിബിന് ഔട്ടൂനെ പിടിച്ചിട്ട് ഇവിടെ പോക്കട്ടാ. അടിപൊളി. ഉക്കപ്പ നല്ലല്ലേ? ആ, ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. പോയി വാ. കറുപ്പ. കേറി വട മോനെ, ഏരി മോനെ. ഇത് മറ്റേ കല്ലേരി. അതെ, ഞാൻ ഒത്തൊരു പിടുത്തമായിരിക്കും ചിലപ്പോ. ചെകളെക്കുടി ഉണ്ട്, ചെകളെക്കുടി. ആ, മറ്റേ എന്താണ് മറ്റേ പറഞ്ഞുണ്ടാക്കിയ പോലത്തെ. അതാ പറഞ്ഞ അവിടെ മീൻ്റെ എന്തേ ഇടപെടണ മുട കണ്ട ഇടപെടും. അമൂറ് മൂഞ്ചി. ഇങ്ങനെ പറയല്ലേ എല്ലാം അടിക്കണത്. സനൂപേ, അതെടുത്തിട്, ഒരാളെ കൂടി വരട്ടെ. ലൈനില്ലെങ്കിൽ ലൈനും ഉണ്ട്, കൊളുത്തൊക്കെ ഉണ്ട്. കാളാഞ്ചിയൊക്കെ വന്നടിക്കാം, പറയാൻ പറ്റില്ല. കാണിച്ചു തുടങ്ങി കേട്ടോ. ബിജുവിന് ഒരു വാഴമീൻ അടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ സുമിത്ത് ഒരു വാഴമീൻ പിടിച്ച്. വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് സുമിത്തിനൊരു മീൻ കിട്ടിയത്. സുമിത്ത് ആ മീനുമായിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ബിജുവിന് അടിച്ചത്. അപ്പം സുമിത്തിൻ്റെ വീഡിയോ ഞാനാണ് എടുത്തത്, ആ മീൻ പിടിക്കുന്നത്. അത് സുമിത്തിൻ്റെ ചാനലിൽ കാണാം, ഉൾനാടൻ ഫിഷിംഗ് ബ്ലോഗിൽ കാണാം.
വരട്ടെ വരട്ടെ. അത് കുഴപ്പമില്ല. അതല്ല സാധനം ഇവിടെ കയറ്റ്. ഷാഡ് ഇല്ല, ഫ്ലോട്ട് ആങ്കറേ. കാണാൻ പറ്റണല്ല ആ കല്ല അടിച്ചേക്കണതേ. പായലും കയറി കിടപ്പുണ്ടായിരുന്നില്ല. കപ്പൊന്നും വേണ്ട. എവിടെ അടുക്കാൻ അതാണ് കാര്യം. അത് കുഴപ്പമില്ല. കപ്പ് കൊടുക്ക് അത് കടയിൽ തങ്ങി വെച്ചത് എന്ത് സാധനം അടിച്ചാൽ നോക്കി തങ്ങി കത്തിലുള്ള സാധനം കയറിയില്ലേ? ഇനി പയ്യെ മതി. ഇനി സാധനം കയറി ഗഫ് കയറി കുഴപ്പമില്ല. അത് ഇവിടെ വെച്ച് ഇങ്ങനെ പുറത്ത് പോകാൻ ഇവിടെ വെച്ചാ പോയ നേരത്തെ പോയ പണി നോക്കി എന്തിനടിച്ചെങ്കിൽ നോക്കി മര്യാദക്ക് പറഞ്ഞ എന്റെ ഇല്ല ഈ സാധനം. പിന്നെ പെൻസിൽ ഇന്നലെ മേടിക്കുന്നത് 100 വട്ടം പറഞ്ഞു. നോക്കൂട്ടാ എടുത്ത് അല്ല അത് പെട്ടെന്നൊക്കെ പോകാത്ത സ്ഥലമാണത്. നല്ല ബലമുള്ള ഏരിയല്ലേ, ഇവിടെ പോരൂല. ഇത് അങ്ങനെ ബിജു ഒരു ഇത് കയറ്റി കേട്ടോ. വാഴമീൻ ഇന്ത്യൻ സാൽമന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ബിജു. ഓക്കെ, ലേറ്റ് ആയിട്ടാണ് വന്നത്, പക്ഷെ പുള്ളി പിടിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ മതിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഫിഷിംഗ് ഡേ ആയിരുന്നു. കാര്യം 2 വാഴമീൻ കയറി. നമ്മുടെ സുമിത്തിൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. 1-2 വർഷമായിട്ട് പുള്ളി ഇതിൻ്റെ പുറകെയായിരുന്നു പിന്നെ ഒരെണ്ണത്തെ പിടിക്കണമെന്നുള്ളത്. മുമ്പ് ഒരു തവണ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് സ്ട്രൈക്ക് കിട്ടിയതാണ്, പക്ഷെ അതൊന്നും മിസ്സായിപ്പോയി. അപ്പോൾ ഇന്ന് ആ ആഗ്രഹം സാധിച്ച് സുമിത്തിന് ഒരു വാഴമീൻ കിട്ടി. നമ്മുടെ ബിജുവിന് ഒരു വാഴമീൻ കിട്ടി, ജനേഷിന് മീൻ കിട്ടി, നമ്മുടെ ജിബിന്, അങ്ങനെ എല്ലാവർക്കും തന്നെ മീൻ കിട്ടി. അപ്പോൾ എനിക്കാണ് ഇന്ന് മീൻ കിട്ടാഞ്ഞത്. അതങ്ങനെയാണ്, ഫിഷിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. ചില സമയത്ത് നല്ല ആക്ടിവിറ്റി ഉണ്ടാകും, നമുക്ക് മീൻ കിട്ടും. ചിലപ്പോൾ
വളരെ നിരാശനായിട്ട് പോരേണ്ടി വരും, ഒന്നും കിട്ടില്ല. പക്ഷെ നമുക്കത് നമ്മൾ അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യും. പാലത്തിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മീൻ കിട്ടും. വാഴമീൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി വന്നതാണ്. വാഴമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പിടിക്കാൻ പറ്റുന്ന ഒരു മീനല്ല, വല്ലപ്പോഴുമാണ് അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ പിടിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കതിന് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 2025 നിങ്ങളുടെ നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.